ഹലോ, വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലിൻ പാർട്ടി വെയർ മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഡെബിക ട്രെൻഡ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീഷോയിൽ ഇതിന് വേറെ ഒരു ബ്രാൻഡിൻ്റെ പേരാണ് കാണിക്കുന്നത്. ഇതിൽ നമുക്ക് റബിക ട്രെൻഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് ലാർജാണ് കേട്ടോ. ഞാൻ മീഡിയം ലാർജ് സൈസാണ് കേട്ടോ പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈൻ ആയതുകൊണ്ട് ലാർജ് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ലാർജ് സൈസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എനിക്കിത് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്കിത് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഷേപ്പ് നെക്കാണ് കേട്ടോ ഇതിന് വരുന്നത്. പിന്നെ സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വിട്ടുപോരുന്ന രീതിയിലുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇതിൻ്റെ ചെസ്റ്റ് ഭാഗത്തും കയ്യിലും ആയിട്ട് രണ്ട് കയ്യിലുമായിട്ട് ബാക്കിലും ഫ്രണ്ടിലും സീക്വൻസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്ന സീക്വൻസ് വർക്കാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീക്വൻസ് വർക്കാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇളകി പോരുമോ അല്ലെങ്കിൽ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ സീക്വൻസ് ഒന്നല്ല. ഞാനിത് 1-2 തവണ യൂസ് ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നിങ്ങൾക്ക് റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത സമയത്താണെന്നുണ്ടെങ്കിലും ഇതങ്ങനെ കളർ ഇളകും അല്ലെങ്കിൽ സീക്വൻസ് പറഞ്ഞ് പോരും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നല്ല പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞ് പ്ലീറ്റ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ലെങ്തി ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലീറ്റ്സ്. നമുക്കിങ്ങനെ ഈ സ്കേർട്ടൊക്കെ ഇങ്ങനെ നിവർത്തി പിടിച്ച് കറങ്ങുന്നപ്പോഴൊക്കെ നല്ല രസമായിട്ട് കിട്ടുന്ന രീതിയിൽ അത്രയും ലെങ്തി ആയിട്ട് അവർ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സിലും ചെസ്റ്റ് പാർട്ടിലും ഞാൻ പറഞ്ഞല്ലോ ബാക്കിലും ഫ്രണ്ടിലും അവർ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്. പൊതുവേ ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമല്ലേ വരാറുണ്ടാവും, പക്ഷേ ഇതിന് ബാക്കിലും ഫ്രണ്ടിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചെസ്റ്റ് പാർട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഭാഗത്തും ഇത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത്. നമ്മുടെ ഒരു ബോട്ടം പാർട്ടിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിലും ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് കിടക്കുന്നത്. ഫ്രണ്ടിൽ ചെസ്റ്റ് ഏരിയയിലും സ്ലീവ്സിലും മാത്രമേ വർക്ക് വരുന്നുള്ളൂ. പിന്നെ അടിയിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ജോർജറ്റാണ്, കുറച്ച് സീത്രൂ ആണ് കേട്ടോ. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ ഒരു അടിയിലൊരു പാൻറ്റൊക്കെ പെയർ ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ സ്ലീവ്സും ചെറിയൊരു സീത്രൂ ആണ്. പക്ഷെ ഞാൻ അടിയിൽ അങ്ങനെ ഒന്നും യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സ്ലീവ്സിൻ്റെ അടിയിൽ അങ്ങനെ അത്ര അധികം സീത്രൂ അല്ല ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ കംഫർട്ടബിൾ അല്ലാത്തവർക്ക് വേണമെങ്കിലും എന്തെങ്കിലും ഒന്ന് വെയർ ചെയ്യാം കേട്ടോ അടിയിൽ, സ്ലീവ്സിൻ്റെ അടിയിൽ. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സിന്. ഞാൻ അടിയിൽ പാൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ആ പാൻറ്റ് പുറത്തേക്ക് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അത്രയും ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ഡ്രസ്സിന്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേറ്റിന് ഇത് അത്രയും വേർത്താണ് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇത് 606 രൂപയ്ക്കാണ്. ഇപ്പം ഇത് ഞാൻ മീഷോയിൽ നോക്കിയ സമയത്ത് 684 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. നിങ്ങൾ ഓഫറൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, പിന്നെ മീഷോയിൽ തന്നെ ഓഫർ ഇല്ലാത്ത സമയത്തും പല ഡിസ്കൗണ്ടുകൾ ഉണ്ടാവുമല്ലോ, ആ ഡിസ്കൗണ്ടിലൂടെയൊക്കെ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച ആ ഒരു റേഞ്ചിന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് കിട്ടും കേട്ടോ. നല്ല വേർത്താണ്. ഞാൻ 600 രൂപക്ക് വാങ്ങിയിട്ട് എനിക്ക് നഷ്ടമായി എന്ന് തോന്നിയിട്ടില്ല. ഞാനിത് ഇട്ട സമയത്താണെന്നുണ്ടെങ്കിലും എൻ്റെ കസിൻസിനൊക്കെ ഇഷ്ടമായി കേട്ടോ. ആരും ഇതൊരു 600 രൂപക്ക് വാങ്ങിയ ഡ്രസ്സാണെന്ന് വിശ്വസിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അത്രയും നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നഷ്ടമായി എന്ന് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഷോളിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഷോളിൻ്റെ 4 സൈഡിലായിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഒരു നമ്മുടെ ആ ഒരു ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറിൽ ഒരു ഗോൾഡൻ ഷെയ്ഡും പിന്നെ ഈ ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ വരുന്ന ഇങ്ങനെ
ടാസിൽസ് എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ആ ഒരു സംഭവം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, 4 സൈഡിലും ഉണ്ട്. പിന്നെ പൊതുവേ ഈ ഓൺലൈനിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഷോളിന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, ഈ ലെങ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് നല്ല കുറവായിരിക്കും. നമുക്ക് തലയിൽ അങ്ങനെ വൃത്തിയായിട്ട് ഇടാൻ കഴിയാത്തൊരു പ്രശ്നം ഉണ്ടാവില്ലുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. കാരണം ആവശ്യത്തിലേറെ നീളമുണ്ട് ഈ ഒരു ഷോളിന്, ആവശ്യത്തിലധികം വീതിയും ഉണ്ട് കേട്ടോ. എനിക്കിങ്ങനെ മൂടി പുതയ്ക്കാൻ പോലെ ആ പാകത്തിലുള്ള അത്രയും വീതിയും നീളവും ഈ ഷോളിനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടും ബാക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്യണം, ആ രീതിയിലൊക്കെ ഷോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷോള് തികയാതിരിക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തുമുള്ള ഷോളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഷോളിനെക്കാട്ടിലും എന്തുകൊണ്ടും നീളവും വീതിയും ഉള്ള ഷോളാണ് കേട്ടോ ഈ ഒരു സെറ്റിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ നമ്മളെ ഷോളും വരുന്നത് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെയാണ്, സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത്. 600 രൂപയ്ക്ക് എന്തുകൊണ്ടും വേർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ ആഫ്റ്റർ വാഷ് ആണെന്നുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിന് ഒരു നെഗറ്റീവ്സ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആകെ തോന്നിയത് ചെറിയ രീതിയിലൊരു സീത്രൂ ആണെന്ന് മാത്രം. പിന്നെ ലൈനിങ് ഉണ്ട് കേട്ടോ, ഈ ഒരു ഡ്രസ്സിന് ലൈനിങ് ഉണ്ട്, അത് പറയാൻ വേണ്ടി മറന്നു. ഏതാണ് ലൈനിങ് ഉണ്ട്, അതുകൊണ്ട് അധികം സീത്രൂ അല്ല, എന്നാലും ചെറിയൊരു സീത്രൂ ആണ് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജ്വല്ലറി മീഷോന്ന് തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഷോർട്സൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഓർണമെൻറ്റ് കണ്ടിട്ടുണ്ടാവും. ഞാൻ നമ്മളെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ജ്വല്ലറി. ഇത് ഞാൻ നമ്മളെ ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതെന്ന് പറയണത് ഞാൻ ഒട്ടും എന്താ പറയുക ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യാതെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ജ്വല്ലറിയാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ടാണ് മീഷോന്ന് ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ജ്വല്ലറി ഓർഡർ ചെയ്യണം. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും, പിന്നെ ഫോട്ടോയിൽ കണ്ടത്ര ഒരു ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റിട്ടേൺ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഈ ഒരു ഓർണമെൻറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ ഒരു ചെയിൻ്റെ മൊത്തം ആ ഒരു ഔട്ട്ലുക്ക് അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജ്വല്ലറിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് 199 രൂപയ്ക്കാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം മീഷോയിൽ ഇത് 216 രൂപയ്ക്കാണ് കേട്ടോ അവർ സെയിൽ ചെയ്യണത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഫർ സമയത്തൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച ഒരു റേഞ്ചിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ജ്വല്ലറിൻ്റെ കൂടെ ഈ ചെയിൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എക്സ്ട്രാ 2 സംഭവങ്ങൾ കൂടി ഉണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും എന്താ പറയുക, ഞാൻ ആ ഒരു വെഡ്ഡിങ് സീസൺ ടൈമിൽ യൂസ് ചെയ്ത സമയത്ത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം എലഗൻറ്റ് ലുക്കുമാണ്, എന്നാൽ സംഭവം സിമ്പിളുമാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാനാണെന്നുണ്ടെങ്കിലും അത് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ആ ഒരു റേറ്റിന് വേർത്താണ് കേട്ടോ. ഈ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഈ ഒരു ജ്വല്ലറി ആണെന്നുണ്ടെങ്കിലും വേർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കോംബോ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഒരു പെയർ കമ്മലും പിന്നെ ഒരു ചുട്ടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ ചില ആളുകൾ നെറ്റിക്കൂറി അങ്ങനെ വേറെ എന്തൊക്കെയോ പേരുകൾ പറയും. ഞങ്ങളിവിടെ ഇങ്ങനെ ചുട്ടി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പേരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച സംഭവം മനസ്സിലില്ല, നമ്മളിങ്ങനെ നെറ്റിയിലിങ്ങനെ വെക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ കമ്മലാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഫ്ലെക്സിബിളാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന അങ്ങനത്തെ കമ്മലല്ല കേട്ടോ, നല്ലോണം ഇങ്ങനെ ആടും കേട്ടോ. നമ്മൾ കമ്മൽ കാതിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടുന്ന നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കമ്മലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കമ്മലാണെന്നുണ്ടെങ്കിലും. നമ്മളെ ചെയിൻ്റെ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു കമ്മലിനും വരുന്നത്. ഒരു ലീഫ് ഷേപ്പിലുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കമ്മലിനും വരുന്നത്. നല്ല രസമായിട്ടുള്ള, അധികം ലെങ്ത് ഇല്ല, എന്നാൽ ഭയങ്കര കുഞ്ഞും അല്ലാത്ത, എന്താ പറയുക, രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു സൈസിലുള്ള നമ്മുടെ ജ്വല്ലറി സെറ്റിലെ ചെയിൻ്റെ സെയിം ഡിസൈനിൽ വരുന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ചുട്ടിയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, അധികം ലെങ്ത് ഒന്നും വരാത്ത ഒരു കുഞ്ഞു ചുട്ടിയാണ് ഈ ഒരു ചുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു.
ഇഷ്ടപ്പെട്ടു. അങ്ങനെ അധികം സ്റ്റിക്കായിട്ട് നിൽക്കാതെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ചുട്ടിയാണ് കേട്ടോ ഇതെന്ന് പറയണത്. അപ്പം ഈ ഒരു 3 ഐറ്റം കൂടി ചേർന്ന ഈ ഒരു 199 രൂപയ്ക്ക് ഈ ഒരു ജ്വല്ലറി സെറ്റ് എന്ന് പറയുന്നത് എനിക്ക് വർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഈ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഈ ഒരു ജ്വല്ലറി സെറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ പർച്ചേസ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനിയും നല്ല വീഡിയോ വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ് ബൈ.